ഹായ് ഫ്രണ്ട്സ്, റെസിപ്പീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് വന്നിട്ടുള്ളത് ഇന്നൊരു നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഷവർമൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമ്മൾ പുറത്തുനിന്നൊക്കെ പോയി വാങ്ങിച്ച് കഴിക്കുന്ന ഷവർമേനെക്കാട്ടിലും എത്ര നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഷവർമയുടെ റെസിപ്പിയാണ് കേട്ടോ. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ്. ഇതിൽ കുറേ വെജിറ്റബിൾസ് ഒന്നും വെക്കുന്നില്ല, കുറഞ്ഞ അളവിലൊക്കെ വെച്ച് പെട്ടെന്ന് സെറ്റാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു ഷവർമൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ തയ്യാറാക്കി നോക്കിയ ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അതുപോലെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊക്കെ മറക്കരുത്. ഫേസ്ബുക്കിലാണ് കാണുന്നുണ്ടെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യാനൂടെ മറക്കരുത് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് എന്നുള്ളത് നോക്കാം. തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ചിക്കൻ എടുത്തിട്ടുണ്ട്. 250 ഗ്രാം ചിക്കൻ ആട്ടോ എടുത്തിട്ടുള്ളത്. ബോൺലെസ് ആയിട്ടുള്ള ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ നീളത്തിലായിരുന്നു കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ചെറിയതായിട്ട് ക്യൂബ്സ് ആക്കിയിട്ട് കട്ട് ചെയ്തെടുക്കണേ അങ്ങനെയും ചെയ്തെടുക്കാം. ഏത് രീതിയിലും ചെയ്തെടുത്താൽ കുഴപ്പമില്ല. അത് നല്ലപോലെ വാഷ് ചെയ്തെടുത്ത് വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞെടുത്തിട്ടുള്ളതാണ്. അത് ഞാൻ ഈ ഒരു ബൗളിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇനി അതിലേക്ക് നമുക്ക് 1 ടീസ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂണ് വലിയ ജീരകത്തിൻ്റെ പൊടിയും 1/4 ടീസ്പൂൺ തന്നെ ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട്, രണ്ടും കൂടെ 1 ടേബിൾ സ്പൂണാണ് ഉള്ളത്. പിന്നെ 1 ടീസ്പൂണ് സോയാ സോസും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ 1 ടീസ്പൂൺ തന്നെ വിനേഗറും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ളൊരു ഉപ്പ്. അപ്പോൾ സോയാ സോസിൽ ഓൾറെഡി ഉപ്പ് ഉണ്ടാവും, അത് നോക്കിയിട്ട് വേണം നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാൻ കേട്ടോ. കുറഞ്ഞ അളവിൽ ഉപ്പിട്ട് കൊടുത്താൽ മതി, കമ്മി ഉണ്ടെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്നങ്ങ് മിക്സ് ചെയ്തെടുക്കണേ. ഇതുപോലെ അതെല്ലാം കൂടെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഉപ്പൊക്കെ ഇപ്പോൾ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ ലാസ്റ്റിലൊന്ന് ഉപ്പ് ചെക്ക് ചെയ്ത് നോക്കണേ. ഇനി നമുക്കിതൊരു അരമണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം കേട്ടോ. മസാലയൊക്കെ ഒന്ന് ചിക്കൻ നന്നായിട്ടൊന്ന് പിടിക്കട്ടെ, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒന്ന് അടച്ച് വെക്കാം. ഒരു അരമണിക്കൂറൊക്കെ ആയപ്പോഴേക്കും നമുക്കിന്ന് ചിക്കൻ ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. അപ്പോൾ ചൂടാക്കി എടുത്തിട്ടുള്ള പാനിലേക്ക് ഞാൻ ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കേട്ടോ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഒന്ന് ചൂടായി വരുന്നതോട് കൂടിയിട്ട് അതിലേക്ക് നമുക്ക് ചിക്കൻ അങ്ങ് ഇട്ട് കൊടുക്കാം. എല്ലാം ഇതുപോലെ ഒന്നങ്ങ് സ്പ്രെഡാക്കി കൊടുക്കട്ടെ. നമ്മൾ ഷാലോ ഫ്രൈ ആക്കിയിട്ടാണ് ഫ്രൈ ആക്കി എടുക്കുന്നത്. ഇങ്ങനെ ഡീപ് ഫ്രൈ ആക്കി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. എല്ലാം ഇതുപോലെ ഒന്നങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണേ. എന്നിട്ട് മിക്സ് ചെയ്ത് അങ്ങനെ ഫ്രൈ ആക്കിയിട്ട് എടുത്താൽ മതി കേട്ടോ. ഇപ്പോൾ ഏകദേശം താഴ്ഭാഗം ഒന്ന് ആയി വന്നപ്പോൾ ഞാൻ അതുപോലെ നന്നായിട്ടൊന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുത്ത് ഒന്നെല്ലാം കൂടെ അതുപോലെ ഒന്നങ്ങ് മറിച്ചിട്ട് കൊടുക്കേണ്ടതാണ് കേട്ടോ. അങ്ങനെ ഇളക്കിയിട്ട് നമുക്ക് ഇങ്ങനെ ഫ്രൈ ആക്കിയിട്ട് എടുത്താൽ മതിയേ. ഇപ്പോൾ ആ ചിക്കൻ ഇങ്ങനെ ഏകദേശം ആയി വരുന്നുണ്ട്. കുറച്ച് ടൈം കൂടെ ഒന്നും കൂടെ ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കണം കേട്ടോ. അപ്പോൾ അതാ ചിക്കൻ നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ ഫ്രൈ ആയിട്ട് വന്നാൽ അങ്ങ് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് വേറെ പാത്രത്തിലോട്ട് അങ്ങ് മാറ്റിയെടുത്താൽ മതിയേ. അപ്പോൾ ചിക്കൻ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മൾ സ്റ്റൗവിൽ ഞാനിതാ ഒരു തവ വെച്ചൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഇതുപോലുള്ള പാക്കറ്റിൽ വരുന്ന കുബൂസ് ഉണ്ടാവില്ലേ, അതാട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഇതുപോലെ ജസ്റ്റ് ഒന്നങ്ങ് ചൂടാക്കിയിട്ട് എടുക്കാം. ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി, കൂടുതൽ ടൈം അതിലിട്ട് പോകരുത് കേട്ടോ. അങ്ങനെ ആകുമ്പോൾ ചിലപ്പോൾ ഹാർഡായിട്ട് പോവും. അപ്പോൾ ഇനിയിപ്പോൾ അഥവാ ഹാർഡായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒന്ന് കുടഞ്ഞു കൊടുത്താൽ മതി. അങ്ങനെ ആകുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഇതുപോലെ ഒന്ന് ചൂടാക്കിയിട്ട് എടുത്താൽ മതിയേ. ഇനി ഇതിലേക്ക് നമ്മൾ വെജിറ്റബിൾസ് ആയിട്ട് എടുക്കുന്ന ആകെ കുറച്ച് ക്യാപ്സിക്കം, അതൊന്ന് നീളത്തിൽ ഇത് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അതുപോലെ തന്നെ കുറച്ച് തിന്നായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ള ക്യാബേജ് കിട്ടും. ഇത് മാത്രം നമ്മൾ വെജിറ്റബിൾസ് ആയിട്ട് യൂസ് ചെയ്യുന്നുള്ളേ. അപ്പോൾ അതിൽ ഞാൻ കുറച്ച് വിനേഗറും ഉപ്പും ഇട്ടിട്ട് കുറച്ച് ടൈമായിട്ടോ ഒന്ന് മിക്സ് ചെയ്ത് വെച്ചതാണ്. അങ്ങനെ ആകുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ നമ്മുടെ ഈ ഒരു ഷവർമക്ക്. പിന്നെ ഞാൻ ഇതവിടെ ഹെൽത്തി ആയിട്ടുള്ള മയോണൈസ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഹെൽത്തി ആയിട്ടുള്ള മയോണൈസ് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്, അതും കുറച്ച് സ്പൈസി ആയിട്ടുള്ള മയോണൈസാണ് നമുക്കിതിലേക്ക് വേണ്ടത്. ഇനി സെറ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിത് അവിടെ ഒരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് റാപ്പ് ചെയ്തെടുക്കാനുള്ള ഒരു ബട്ടർ പേപ്പർ എടുത്തിട്ടുണ്ട് കേട്ടോ. അത് കുറച്ച് താഴോട്ട് ഇതുപോലെ ഒന്ന് നീക്കി വെച്ചതിന് ശേഷം അതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് നമുക്ക് ആ ഒരു കുബൂസ് വെച്ച് കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് മയോണൈസ് ഇതുപോലെ ഒന്നങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതിലേക്ക് മയോണൈസ് ഉണ്ടാക്കിയെടുക്കുമ്പോൾ കുറച്ച് സ്പൈസി ആയിട്ടുള്ള മയോണൈസ് വേണം കേട്ടോ ഉണ്ടാക്കിയെടുക്കാൻ. അങ്ങനെ നമ്മളെ നല്ലൊരു ടേസ്റ്റ് കിട്ടുള്ളേ. ഒന്നല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ആ മയോണൈസിൽ കുറച്ച് കുരുമുളക് പൊടിയോ അല്ലാന്നുണ്ടെങ്കിൽ ചില്ലി ഫ്ലേക്സ് എന്തെങ്കിലും ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ കുട്ടികൾക്കൊക്കെ എരിവ് അങ്ങനെ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്തെടുത്താൽ മതി. പക്ഷേ ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ കേട്ടോ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഞാൻ ആ കുബൂസിൽ മൊത്തമായിട്ട് ഇതുപോലെ ഒരു മയോണൈസ് അങ്ങ് സ്പ്രെഡാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ആ ചിക്കൻ കുറച്ചൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കുഞ്ഞാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ഇതുപോലെ ഒന്നങ്ങ് ഇട്ട് കൊടുക്കാം. നമുക്ക് ആ ഒരു റോൾ ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിൽ വേണം നമ്മൾ ആ ഒരു ചിക്കൻ ഇട്ട് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ താഴ്ഭാഗത്ത് കുറച്ച് സ്പേസ് വിട്ട് കൊടുത്തതിന് ശേഷം കേട്ടോ നമ്മൾ ചിക്കൻ ഇട്ട് കൊടുക്കാൻ പാടുള്ളേ. ഇനി അതിൻ്റെ മുകളിലായിട്ട് നമുക്കിതുപോലെ ക്യാപ്സിക്കം ഒന്ന് വെച്ച് കൊടുക്കാം. വല്ലാണ്ട് അങ്ങ് കൂടുതൽ വെജിറ്റബിൾസ് വേണ്ട കേട്ടോ. കുറച്ച് കൂടുതൽ ചിക്കൻ ഉണ്ടാകുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ ഞാൻ ആ ഒരു ക്യാപ്സിക്കം ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്.
ഇനി അതിൻ്റെ മുകളിലായിട്ട് നമ്മളിതാ ഈ ഒരു ക്യാബേജും ഒന്ന് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്നതിൽ അധികം ക്യാബേജും അതുപോലത്തെ വെജിറ്റബിൾസ് ആയിരിക്കും കൂടുതലുണ്ടാവുക. പക്ഷേ വീട്ടിലുണ്ടാക്കിയെടുക്കുമ്പോൾ നമുക്കിതുപോലെ നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. എന്നാലോ കേടുമില്ല. ഇപ്പോൾ ഷവർമ ഒന്നും പുറത്ത് പോയി അങ്ങനെ കഴിക്കരുത് എന്നല്ലേ പറയാറുള്ളത്. അതിൻ്റെ മുകളിൽ ഞാനിതുപോലെ ടൊമാറ്റോ കെച്ചപ്പ് കുറച്ചൊന്ന് ഇതുപോലെ ഒന്നങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ, കുറഞ്ഞ അളവിലേ. പിന്നെ ആ ഒരു മയോണൈസ് വീണ്ടും അതിൻ്റെ മുകളിൽ കുറച്ചും കൂടെ ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. മയോണൈസ് ഒഴിച്ച് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കുറച്ച് കൂടുതൽ മയോണൈസ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. അത് നമ്മൾ ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കിയെടുത്തല്ല, അതുകൊണ്ട് തന്നെ കുഴപ്പമില്ല. ഈ താഴ്ഭാഗത്ത് ഇതുപോലെ ഒന്ന് റോൾ ചെയ്ത് കൊടുത്തതിന് ശേഷം സൈഡിൽ നിന്ന് ഇതുപോലെ അങ്ങ് മടക്കിയിട്ട് എടുക്കുക കേട്ടോ. എന്നിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് റോൾ ചെയ്ത് എടുത്താൽ മതി. കുറച്ച് ടൈറ്റ് ആക്കിയിട്ട് വേണ്ട റോൾ ചെയ്തെടുക്കാൻ, ലൂസാക്കി പോകരുത്. ഇതുപോലെ ചെയ്തെടുത്തിട്ട് ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു ബട്ടർ പേപ്പർ ഇതുപോലെ അങ്ങ് റോൾ ചെയ്ത് കൊടുക്കുക കേട്ടോ. ജസ്റ്റ് ഇതുപോലെ ഒന്ന് റോൾ ചെയ്ത് കൊടുത്താൽ മതി. പകുതിക്ക് നിൽക്കുന്ന രീതിയിലാണ് കേട്ടോ ബട്ടർ പേപ്പർ ഇട്ടിട്ടുള്ളത്. ജസ്റ്റ് ഇതിൻ്റെ ഉള്ളിലോട്ട് ഇതുപോലെ ഒന്നങ്ങ് വെച്ച് കൊടുത്താൽ മതി. ജസ്റ്റ് ഒന്നങ്ങ് അതിൻ്റെ ഉള്ളിലേക്ക് ഇതുപോലെ അങ്ങ് ഒന്ന് വെച്ച് കൊടുക്കുക കേട്ടോ. ഒരു ബട്ടർ പേപ്പർ അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെ ലൂസായിട്ട് പോകും. അപ്പോൾ ഇതുപോലെ നല്ല ടൈറ്റായിട്ട് തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു ഷവർമേൻ്റെ റെസിപ്പിയാണ്. ഇനി അടുത്ത ഷവർമ ഞാൻ അതുപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ അത് വെച്ചിട്ടൊരു 4 ഷവർമ കേട്ടോ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ആ ഒരു ചിക്കൻ വെച്ചിട്ട് ഇതുപോലെ തന്നെ മടക്കിയെടുക്കുക. താഴ്ഭാഗത്ത് മടക്കിയതിന് ശേഷം സൈഡിൽ നിന്ന് റോൾ ചെയ്തെടുക്കുക. അതിന് ശേഷം ഒരു ബട്ടർ പേപ്പർ ഇതുപോലെ ഒന്നങ്ങ് റോൾ ചെയ്തെടുത്താൽ മതി കേട്ടോ. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ്. ഈ താഴ്ഭാഗത്ത് തള്ളി നിൽക്കുന്ന ബട്ടർ പേപ്പർ അതിൻ്റെ ഉള്ളിലോട്ട് ഇതുപോലെ അങ്ങ് തള്ളി വെച്ച് കൊടുത്താൽ മതി. നല്ല ടൈറ്റായിട്ട് തന്നെ നിൽക്കും കേട്ടോ. അപ്പോൾ ഞാനിത് അവിടെ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു ഷവർമേൻ്റെ റെസിപ്പിയാണ്. ഇനി നമുക്ക് ജസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഒരു കല്ലിൽ വെച്ചിട്ടൊന്ന് ചൂടാക്കി എടുക്കണേ, അങ്ങനെ ചെയ്തെടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ചെയ്തെടുത്തിട്ടില്ല, എന്ന് വെച്ചാൽ ഓൾറെഡി ഞാൻ ആ റൊട്ടി ചൂടാക്കി എടുത്തിട്ടാണ്. ചിക്കൻ അത്യാവശ്യം ഒരു ചൂടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുപോലെ തന്നെ അങ്ങ് കഴിക്കാൻ കേട്ടോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും തയ്യാറാക്കി നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇൻഷാല്ലാ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ്, താങ്ക് യു, അസ്സലാമു അലൈക്കും.